അനേകം പുരാണ കഥകളുടെ സ്രോതസ്സും നിഗൂഢതകളുടെ കൂടാരവുമായി നിലകൊള്ളുന്ന മാണ ഗ്രാമത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. പ്രസിദ്ധമായ ബദ്രിനാഥ് ക്ഷേത്രത്തിൽ നിന്നും 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാണയിൽ എത്തിപ്പെടാം. പ്രാചീന വേഷം ധരിച്ച സാധാരണ മനുഷ്യർ 6 മാസം മാത്രമാണ് മാണയിൽ കമ്പിളിയുടുപ്പ് വിറ്റ് ജീവിക്കുന്ന ഈ ജനം ഇവിടെ തങ്ങുന്നത്. മഞ്ഞ് വീണു തുടങ്ങിയാൽ മറ്റ് ഗ്രാമങ്ങളിലേക്ക് ഇവർ രാപ്പാർക്കും. ഇടുങ്ങിയ വഴിയിലൂടെ 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പ്രസിദ്ധമായ ഭീംപുല്ലിൽ എത്തിപ്പെടാം. പഞ്ചപാണ്ഡവന്മാർ ഇഹലോകവാസം വെടിഞ്ഞ് സ്വർഗത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് എന്നാണ് ഐതിഹ്യം. സരസ്വതി നദി കടക്കാൻ ഭീമൻ വലിയ ഒരു കല്ലുകൊണ്ട് ഒരു പാലം അഥവാ ഒരു പുൽ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് ഭീംപുൽ എന്ന് പേര് വന്നത്. തൊട്ടടുത്ത് തന്നെ പഞ്ചപാണ്ഡവന്മാരുടെ പടുകൂറ്റൻ ശില്പങ്ങൾ കാണാം. ശില്പങ്ങൾക്ക് മുൻപിൽ ഒരു നായയുടെ ശില്പവും കാണാം. അത് കാലനെ അനുസ്മരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവ കൂടാതെ ഇതിന് തൊട്ടടുത്ത് തന്നെ വസിഷ്ഠ ഗുഹ, ഗണേശ ഗുഹ എന്നീ 2 ഗുഹകളുണ്ട്. വസിഷ്ഠൻ അല്പം ഉയരം കൂടിയ ഒരു ഗുഹയിൽ നിന്നും മഹാഭാരതം ഓതിക്കൊടുത്തപ്പോൾ താഴെയുള്ള ഒരു ഗുഹയിൽ നിന്നും ഗണേശൻ അത് എഴുതിയെടുത്തു എന്നാണ് ഐതിഹ്യം. ഇരുട്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഭാഗത്തേക്ക് പോകാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ പഞ്ചപാണ്ഡവന്മാരുടെ അമ്പലത്തിലൊക്കെ കയറി വന്നിട്ട് ഞങ്ങൾ തിരിച്ചുപോയി. ഇതുകൂടാതെ ഒരു വെള്ളച്ചാട്ടവും ഉണ്ട്. 5 കിലോമീറ്റർ ട്രെക്ക് ചെയ്ത് നമ്മൾ മുകളിലേക്ക് പോയാൽ അവിടെ ഉള്ളൊരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഹൃദയം അത് പ്യുവറാണെങ്കിൽ അവിടുത്തെ ആ വാട്ടർഫോളിലെ വെള്ളം നിങ്ങളുടെ ദേഹത്തേക്ക് തെറിക്കും എന്നുള്ളതാണ്. ബദ്രിനാഥ് എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ അല്ലു അർജുൻ ഈ സീൻ കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നേരം ഒത്തിരി ഇരുട്ടിയതിനാൽ നമുക്ക് മുകളിലേക്ക് പോകാൻ സാധിച്ചില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ.